വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വ്യക്തികളുടെ ജീവിതത്തിൽ ഐശ്വര്യവർദ്ധനവിനായി അനുശാസിക്കേണ്ട ആചാരങ്ങളും ധർമ്മങ്ങളും എന്തെല്ലാമെന്നതിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. പണ്ടുകാലം മുതലേ മനുഷ്യൻ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റും വിവരിക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിഷ്ഠയോടുകൂടി പാലിക്കപ്പെട്ടിരുന്നു. ഹൈന്ദവാചാരാനുഷ്ഠാനങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. നിഷ്ഠയോടുകൂടി ഈ അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ആരോഗ്യം, ഐശ്വര്യം, നന്മ എന്നിവ കൈവരും. ആചാരാനുഷ്ഠാനങ്ങൾ നാം അവയുടെ തത്വം മനസ്സിലാക്കി വേണ്ട പോലെ പാലിക്കുകയാണെങ്കിൽ മനുഷ്യവർഗത്തിനും സമൂഹത്തിനും ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ ഉപകാരപ്രദമാകുക തന്നെ ചെയ്യും. നാം നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ചില ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണെന്ന് അറിയേണ്ടതില്ലേ? അതേക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രധാനമായും 33 കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഒന്നാമതായി, മറ്റു ജീവികളെ ഹിംസിക്കാത്ത ഒരു വ്യക്തിക്ക് തൻ്റെ പ്രവൃത്തികളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കും. ചെയ്യാനുദ്ദേശിച്ച കാര്യത്തിന് വേണ്ട ഫലപ്രാപ്തി ലഭിക്കുകയും ചെയ്യും. ഈശ്വരാനുഗ്രഹവും ഉണ്ടാകും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ല. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, സന്ധ്യാസമയത്ത് സ്ത്രീ സംഘം പാടില്ല. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, സന്ധ്യാവേളയിൽ മുടി ചീകാൻ പാടില്ല. അഞ്ചാമതായി, ദേവപൂജാ ദർശന സമയങ്ങളിൽ മുടി അഴിച്ചിട്ട് നിൽക്കാൻ പാടില്ല. ആറാമതായി ശ്രദ്ധിക്കേണ്ടത്, പാദങ്ങൾ ശുചീകരിച്ച് വേണം രാത്രിയിൽ കിടന്നുറങ്ങാൻ. ഏഴാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്, രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ മുഖം കഴുകിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ നോക്കാൻ പാടുള്ളൂ. ഇത് ആരും തന്നെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എട്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ദേഷ്യം വരുമ്പോൾ മനുഷ്യർ ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് പല്ലു കൂട്ടി ഞെരുമ്പുക. ഇത്തരത്തിൽ പല്ലു ഞെരുമ്പി ശബ്ദമുണ്ടാക്കുന്നത് ശരിയല്ല. ഒമ്പതാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, തുളസി തലയിൽ ചൂടുന്നതിന് മുമ്പ് ഒരു തുളസിക്കതിർ ഭഗവാന് എന്ന് സങ്കല്പിച്ച് തുളസിത്തറയുടെ വലതുഭാഗത്തായി സമർപ്പിക്കുക. പത്താമതായി നാം ശ്രദ്ധിക്കേണ്ടത്, മറ്റൊരു വ്യക്തിയെ നിന്ദിച്ചോ കുറ്റപ്പെടുത്തിയോ മറ്റാരോടും സംസാരിക്കാൻ പാടില്ലാത്തതാണ്. 11ാമതായി, മറ്റുള്ളവരിൽ ദുഃഖമുണ്ടാക്കുന്ന സത്യങ്ങൾ പറയാൻ പാടില്ല. 12ാമതായി, വിവാഹവും വിവാദവും ഒരേ നിലയിലുള്ളവരുമായി മാത്രമേ നടത്താവൂ. 13ാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉദയാസ്തമയ സമയത്തും ഗ്രഹണ സമയത്തും ജലത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന സമയത്തും സൂര്യനെ ദർശിക്കാൻ പാടില്ല. 14ാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുളിക്കാൻ ശ്രമിക്കുന്നത് വളരെ തെറ്റാണ്. അർദ്ധരാത്രിയിലും കുളിക്കാൻ പാടില്ലാത്തതാണ്. 15ാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, നേരം പോക്കിന് പോലും ചൂതുകളി പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 16ാമതായി, രാത്രിയിൽ വൃക്ഷത്തിന് ചുവട്ടിൽ ഇരിക്കുവാനോ കിടന്നുറങ്ങുവാനോ പാടില്ല. 17ാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, കുളിക്കുന്ന സമയത്ത് വസ്ത്രം ധരിക്കാതെ കുളിക്കരുത്. 18ാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശവസംസ്കാര ശേഷമുള്ള പുക ഏൽക്കാൻ പാടില്ല. 19ാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, അമാവാസി ദിവസത്തിലും പൗർണമി നാളിലും ദൈവീകമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. 20ാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, മറ്റു വ്യക്തികൾ ധരിച്ച ചെരുപ്പ്, വസ്ത്രം, പൂമാല, ആഭരണം
എന്നിവ ധരിക്കാൻ പാടില്ല. 21-ാമതായി നാം ശ്രദ്ധിക്കേണ്ടത് മറ്റു വ്യക്തികളുടെ കിടക്ക, വാഹനം, ഇരിപ്പിടം, വീട്, കിണർ എന്നിവ ഉപയോഗിച്ചാൽ ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തി ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. 22-ാമതായി നാം ശ്രദ്ധിക്കേണ്ടത് പണമുള്ളപ്പോൾ മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലാത്തതാണ്. 23-ാമതായി ഭാര്യയോടൊപ്പം ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കരുത്. 24-ാമതായി നാം ശ്രദ്ധിക്കേണ്ടത് വളരെ രാവിലെയും രാത്രി വൈകിട്ടും ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തതാണ്. 25-ാമതായി വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. 26-ാമതായി ശ്രദ്ധിക്കേണ്ടത് മടിത്തട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. 27-ാമതായി മുഖം കൊണ്ട് തീ ഊതരുത്. തീയുടെ മുകളിൽ വെച്ച് കാലു ചൂടാക്കരുത്. 28-ാമതായി തീയെ മറികടക്കാൻ പാടില്ല. 29-ാമതായി നാം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കുന്ന പശുവിനെയും പാൽ കുടിക്കുന്ന പശുക്കിടാവിനെയും തടയാൻ പാടില്ല. 30-ാമതായി നാം ശ്രദ്ധിക്കേണ്ടത് തലമുടി, എല്ല്, ചാരം, മൺപാത്ര ശകലങ്ങൾ, ഉമി, പരുത്തിക്കുരു എന്നിവയുടെ പുറത്ത് ചവിട്ടി നിൽക്കരുത്. 31-ാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അഭ്യസിക്കാതെ നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും വാദ്യങ്ങൾ വായിക്കുകയും ചെയ്യരുത്. 32-ാമതായി സ്വന്തം തല 2 കൈകൊണ്ടും ചൊറിയരുത്. ദേഷ്യം കൊണ്ട് തലമുടി വലിച്ച് ഇഴുകയും തലയ്ക്കടിക്കുകയും പാടില്ല. 33-ാമതായി നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് രാത്രികാലത്ത് ശ്മശാനം, ദുഷ്ട സ്ത്രീകളുടെ ഗ്രഹം, തറകെട്ടിയ വൃക്ഷം, പൂന്തോട്ടം, നാലം കൂടിയ വഴി എന്നിവിടങ്ങളിൽ പോകാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യൻ അനുഷ്ഠിച്ചിരുന്നതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇത്തരം അനുഷ്ഠാനങ്ങൾ മനുഷ്യൻ പാലിച്ച് കാണുന്നുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. എന്തു തന്നെ ആയാലും നല്ല ചിട്ടകൾ പാലിക്കുന്നതും നന്മ പ്രവർത്തിക്കുന്നതും എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. അതിനാലാണ് മുൻകാലങ്ങളിൽ സത്യം വദ ധർമ്മം ചര എന്ന അനുഷ്ഠാന സിദ്ധാന്തങ്ങൾ പറയുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറിയതോടെ അണുകുടുംബ വ്യവസ്ഥ വന്നു. ഈ അണുകുടുംബ വ്യവസ്ഥ എത്രമാത്രം ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ വ്യക്തമാണ്. നാം പല രീതിയിലും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും കൊലപാതകങ്ങളും വരെ നാം നിത്യവും കാണുന്ന കേൾക്കുന്ന സംഭവങ്ങളാണ്. അതിന് പ്രധാന കാരണമായിട്ട് വന്നിട്ടുള്ളത് ലഹരി തന്നെയാണ്. ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചതോടെ ബോധമണ്ഡലത്തിൻ്റെ പ്രവർത്തന ശൈലി തന്നെ മാറി. കുത്തഴിഞ്ഞ ജീവിത രീതിയും പ്രാർത്ഥന ഇല്ലായ്മയും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം നരകതുല്യമാകുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു. പൂർവ്വകാലത്ത് വേണ്ട രീതിയിൽ ഉപദേശങ്ങൾ നൽകാനും നേർവഴിക്ക് നടത്താനും പ്രായമുള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഏറെ ഗുണകരമായ കാര്യം തന്നെ ആയിരുന്നു. എന്നാൽ ഇന്ന് പ്രായമായവരെ ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇന്ന് ആർക്ക് ആരോട് സ്നേഹം എന്ന് ചോദിച്ചാൽ ആർക്ക് ആരോടാണ് സ്നേഹം? തന്നോട് മാത്രം സ്നേഹമുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാലം പോകുന്നത്. തൻ്റെ ഇംഗിതങ്ങൾ നിറവേറ്റുക, അതിനെതിരായി നിൽക്കുന്നവർക്ക് എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്കാണ് കാലം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ലഹരിയും മദ്യവും തന്നെയാണ്. ഇതിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന് പ്രധാന കാരണം സാമ്പത്തികമായി ഉണ്ടാകുന്ന തകർച്ച തന്നെയാണ്. സാമ്പത്തിക മാന്ദ്യം മൂലം പല കുടുംബങ്ങളും ഇന്ന് സർവനാശത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നിത്യസംഭവങ്ങളാണ്. രാവിലെ നാം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇന്നലെ എന്തെല്ലാം ചെയ്തു, ആ നന്മ തിന്മകളെ ഒന്ന് വിശകലനം ചെയ്ത് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സന്ധ്യാസമയത്തുള്ള
പ്രാർത്ഥനയും വളരെ ഗുണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.